നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. ദൈവത്തിന്റെ ചിന്തകളാൽ നിറഞ്ഞ ദൈവദാസൻ പ്രസ്താവിക്കുകയാണ്. ഈ നാളിലെ ജയത്തിന്റെ ജീവിതം ആവശ്യമുണ്ടെങ്കിൽ പ്രിയ ദൈവമൈത്രേ, ദൈവം ചിന്തിക്കുന്ന പോലെ ഞാൻ നിങ്ങൾ ചിന്തിക്കുവാൻ തുടങ്ങണം. ഹല്ലേലൂയ. താഴ്ന്ന ചിന്തയല്ല, ലോകത്തിന്റെ ചിന്തയല്ല, കാഴ്ചയാ ജീവിക്കുന്ന മൃഗത്തിന്റെ ചിന്തയല്ല. അത് നമുക്ക് ആവശ്യം പകരം ദൈവത്തിന്റെ ചിന്തകൾ. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത്, ആദ്യ പ്രിയ മക്കളെന്നതുപോലെ എന്നെ അനുകരിപ്പിൽ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ഞാൻ നിങ്ങൾ ഈ സമയം ദൈവത്തെ അനുകരിക്കുവാനുള്ളവരാണ്. ഹല്ലേലൂയ. നമ്മൾ സമയത്തിന്റെ ഉള്ളിലേക്ക് വരികയാണ്. എന്നാൽ തുടർന്ന് നാം സമയത്തിന്റെ ഉള്ളിലേക്ക് വരുന്നുവെങ്കിലും നമ്മുടെ ഒരു കാര്യം നിങ്ങൾ തുടർന്ന ദിവസങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ സമയത്തിൽ പ്രവർത്തിക്കുന്നവരായി, പക്ഷെ സമയത്തിൽ ജീവിക്കുന്നവരല്ല. നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ടാകും. തുടർന്നുള്ള സമയം നിങ്ങൾക്ക് മനസ്സിലാകും. സമയത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരാണ്, എന്നാൽ നമ്മൾ സമയത്തിൽ ജീവിക്കുന്നവരല്ല. അവൻ നിത്യതയിൽ ജീവിച്ച് സമയത്ത് പ്രവർത്തിക്കുകയാണ് ഒരു യഥാർത്ഥ ദൈവപൈതൽ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും, അവൻ അതിന്റെ അർത്ഥം മരിക്കുകയല്ല, അവൻ തുടർന്നും ജീവിക്കുകയാണ്. പക്ഷെ ഒരു മരണം നടന്നു. ഏതെന്നറിയാമോ? സമയത്ത് ജീവിക്കുന്ന അവന്റെ ബോഡിയിൽ നിന്ന് അവൻ മാറ്റപ്പെട്ടു, പക്ഷെ ഇപ്പോഴും അവൻ നിത്യതയിൽ ജീവിക്കുകയാണ്. അവൻ ആരുടെ കൂടെ ജീവിക്കുന്നേ? അവന്റെ പിതാവിനോടുകൂടെ. ആമേൻ. ഹല്ലേലൂയ. തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്കത് മനസ്സിലാകും. നിത്യതയിൽ ജീവിക്കുന്ന, സമയത്ത് പ്രവർത്തിക്കുന്ന പുതിയ സൃഷ്ടികൾ. നമ്മുടെ ഈ പുസ്തകത്തിൽ ആത്മലോക ആത്മീയ വളർച്ച എന്നുള്ള പുസ്തകത്തില് അദൃശ്യ ദൈവരായിട്ട് നാം കാണുവാൻ തുടങ്ങിയ ലോകത്തിലെ അസാധ്യ കാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങുമെന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ, പുതിയ പുസ്തകം ഇതിന് പറഞ്ഞിരിക്കുന്നത് പോലെ, അതായത് ജയിക്കാനായി വീണ്ടും ജനിച്ചവർ എന്നുള്ള പുസ്തകത്തിന്റെ മുമ്പിൽ എഴുതിയിരിക്കുന്നത് എന്നാണെന്നറിയാമോ? നിത്യതയിൽ ജീവിച്ച് സമയത്ത് പ്രവർത്തിക്കുന്ന പ്രത്യേക വർഗത്തിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ പുസ്തകം. നമ്മൾ ആരാ? അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ പോഷിക്കാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതി, രാജകീയ പുരോഹിത വർഗം, സ്വന്തം ജനം. ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എ പെക്യൂലിയർ പീപ്പിൾ. എസ്പെഷ്യലി പ്രത്യേക ഗണമാണ്, പ്രത്യേക ഗണം. പുതിയ സൃഷ്ടികൾ. ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയാണ് അടുത്ത പുസ്തകം വരാൻ പോകുന്നത്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ തുടർന്നുള്ള സമയങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം. നിങ്ങൾക്ക് പൊങ്ങാൻ പറ്റത്തില്ലായിരിക്കാം. ആമേൻ. എന്നാൽ പൊങ്ങി ജീവിച്ചാലേ പറ്റൂ. അതായത് ഇങ്ങനെ ജീവിക്കുന്ന കാര്യമല്ല, അതായത് പിശാച് ജീവിച്ചാലും ജീവിക്കുന്ന കാര്യമല്ല പറഞ്ഞ്, നമ്മൾ ക്രിസ്തുവിന്റെ ആ ചിന്തയിലേക്ക് ഉയരാൻ പോവുകയാണ്. നമ്മൾ എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? നമ്മൾ പുതിയ സൃഷ്ടികളായി ദൈവത്തിൽ മറഞ്ഞിരിക്കുകയാണ്. ദൈവം എവിടെയാ പ്രവർത്തിക്കുന്നേ? എവിടെയാ ജീവിക്കുന്നേ? നിത്യതയിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇന്ന് മറഞ്ഞിരിക്കുന്നത് എവിടെയാ? ദൈവത്തിൽ. അപ്പോൾ നമ്മൾ എവിടെയാ ജീവിക്കുന്നേ? നിത്യതയിൽ. പക്ഷെ നമ്മുടെ ബോഡി എവിടെയാ? ഭൂമിയിൽ. അപ്പൊ നമ്മൾ എവിടെയാ പ്രവർത്തിക്കുന്നേ? ബോഡിയിൽ, ഭൂമിയിൽ, സമയത്ത് പ്രവർത്തിക്കുക. നിത്യതയിൽ ജീവിച്ച് സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ഗണമാണ് നമ്മൾ. ഈ ലോകത്ത് നമ്മുടെ ബോഡിയെ കൊല്ലാൻ മാത്രമേ ഇവിടെ ഉള്ളതിന് കഴിയൂ. എന്നാൽ നമ്മുടെ ദേഹിയെയും സ്പിരിറ്റിനെയും തൊടുവാൻ ഒരുത്തിനും കഴിയത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, ബോഡിയെ, ശരീരത്തെ കൊല്ലുന്നവനെ നിങ്ങൾ ഭയപ്പെടേണ്ട, എന്നാൽ നിങ്ങളുടെ ദേഹിയെ നരകത്തിൽ അയക്കാൻ കഴിയുന്നവനെ നിങ്ങൾ ഭയപ്പെട്ടാൽ മതി. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ 3 ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ഒറ്റയടിക്ക് 3 ഇമ്പോർട്ടന്റ് കാര്യം. ഹല്ലേലൂയ. ഒന്ന്, പർപ്പസ് ഓഫ് ഗോഡ്. ദൈവം ഇതെല്ലാം ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ആമേൻ. 2, ഇന്നത്തെ സഭകൾക്ക് പലർക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം എന്താണ്? പർപ്പസ് ഓഫ് ചർച്ച്. സഭയുടെ ഉദ്ദേശം എന്താണ്? ആമേൻ. അത് ഓൾമോസ്റ്റ് സഭകൾക്ക്, എനിക്കൊന്ന് ലോകത്ത് വലിയ വിരലിലെണ്ണാവുന്ന ഏതെങ്കിലും സഭകൾക്ക് അറിയാവുന്നതുള്ളൂ. അറിവില്ലാത്ത കാര്യമാണ്. നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോകുക. മറ്റ് ഒന്ന്, ഈ സഭയുടെ പർപ്പസ് അറിയണമെങ്കിൽ അതിനു മുമ്പ് ക്രിസ്തുവിന്റെ പർപ്പസ് അറിയണം. ആമേൻ. എന്താണ് ക്രിസ്തുവിന്റെ പർപ്പസ്? ഈ 3 പടി നമ്മൾ മനസ്സിലാക്കുവാൻ പോവുകയാണ്. നിങ്ങളുടെ കൈ തന്നിട്ടുള്ള ലീഫ്ലെറ്റിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലുകളുണ്ട്. നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കുവാനായിട്ട് ഇടയാണ്. ശ്രദ്ധിക്കുക, ഈ സമയത്തെ 3 മുറിച്ചിരിക്കുകയാണ്. നമ്മൾ നിത്യതയിൽ നിന്ന് സമയത്തിലേക്ക് കയറുകയാണ്.
നിത്യതയിൽ നിന്ന് നമ്മൾ സമയത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നു. ഈ സമയത്തെ മൂന്നായിട്ട് മുറിച്ചിരിക്കുന്നു. ഈ സമയത്തെ മുറിച്ചിരിക്കുമ്പോൾ ഇതിന്റെ രണ്ടറ്റവും നിത്യതയാണ്. നിത്യതയാണ് രണ്ടറ്റവും. എന്നാൽ ഈ സമയത്തെ മൂന്നായിട്ട് മുറിച്ചിരിക്കുകയാണ്. 3 പീരീഡുകളായിട്ട് മുറിച്ചിരിക്കുന്നു. ഇതില് ഈ 3 പീരീഡുകൾ നടക്കുന്നത് പർപ്പസ് ഓഫ് ഗോഡ്, പിതാവായ ദൈവത്തിന്റെ പദ്ധതി ഈ 3 പീരീഡിൽ നടക്കുകയാണ്. എന്നാൽ ഇതിന്റെ രണ്ടാമത്തെ പീരീഡിലും മൂന്നാമത്തെ പീരീഡിലും പർപ്പസ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ പർപ്പസ്, ഉദ്ദേശം നടക്കുകയാണ്. എന്നാൽ ഇതിന്റെ മൂന്നാമത്തെ പീരീഡിൽ പർപ്പസ് ഓഫ് ചർച്ച്, സഭയുടെ ഉദ്ദേശം നടക്കുകയാണ്. ഭാവിയിലെ അനുഗ്രഹീത ദൈവദാസർ എന്നുള്ള ആ പദവിയിലേക്ക് ദൈവം നമ്മൾ ഉയർത്തുമ്പോൾ നമ്മൾ മാത്രമല്ല, നമ്മുടെ സഭയിലെ ഓരോ വ്യക്തികളും അറിഞ്ഞിരിക്കേണ്ടതാണ് നമ്മളുടെ പിതാവിന്റെ, നമ്മുടെ ഡാഡി എന്ന് വിളിക്കുന്ന നമ്മുടെ പിതാവിന്റെ ഉദ്ദേശം എന്താണ്, നമ്മുടെ രക്ഷകനായ നമ്മുടെ കർത്താവ് യേശുവിന്റെ ഉദ്ദേശം എന്താണ്, ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഉദ്ദേശം എന്താണ്. നിശ്ചയമായും അറിഞ്ഞിരിക്കണം. പർപ്പസ് അറിഞ്ഞില്ല എങ്കിൽ ഒരിക്കലും വിഷൻ ലഭിക്കുകയില്ല. എന്താണ് വിഷൻ? എപ്പോഴാണോ നമ്മൾ നമ്മുടെ പർപ്പസ് അറിയുന്നത്, അതാണ് നമ്മുടെ വിഷൻ. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ പർപ്പസ് അറിയാത്തൊരു വിഷൻ ഇല്ല. When we know our purpose, that is our vision. ആമേൻ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ആദ്യം നമ്മൾ ഈ പർപ്പസ് അറിഞ്ഞിരിക്കണം. പർപ്പസ് അറിഞ്ഞാൽ നമ്മൾ വിഷയങ്ങളുടെ മുമ്പിൽ പാനിക്കാകത്തില്ല. എന്തുകൊണ്ടാണ് തന്റെ സഹോദരങ്ങൾ തന്നെ പൊട്ടക്കലിലേക്ക് എറിഞ്ഞപ്പോഴും ജോസഫ് പാനിക്കായി പോയത്? ഉടനെ പർപ്പസിനോട് നോക്കിയാൽ മതി. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങുകയില്ല. ഏത് വിഷയത്തിലും ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ നേരെ പർപ്പസിനോട് നോക്കിയാൽ ഉടനെ ഉത്തരം കിട്ടും. നിങ്ങൾ കുറച്ചു മുമ്പ് അനേക ചോദ്യങ്ങൾ കേട്ടു, ഇതിനൊക്കെ ഉത്തരം കിട്ടുക ഇന്നത്തെ ജനത്തിന്റെ സഭയ്ക്ക് ബുദ്ധിമുട്ടാ. എന്നാൽ പർപ്പസിനോട് നോക്കിയാൽ ഇതിനെല്ലാം ഉത്തരം കിട്ടും. ഹല്ലേലൂയ. അപ്പോൾ തുടർന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത് ഈ 3 ഭാഗങ്ങളിൽ ആദ്യം ടെസ്റ്റ്, രണ്ടാമത്തെ പീരീഡിൽ ടെസ്റ്റ് ആൻഡ് റിഡംഷൻ, വീണ്ടെടുക്കൽ, ആദ്യ പരീക്ഷ, രണ്ടാമത്തെ പീരീഡിലും പരീക്ഷയും വീണ്ടെടുക്കലും, മൂന്നാമത്തെ പീരീഡിൽ വീണ്ടും പരീക്ഷ മാത്രം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാകും. ദൈവം ഇത് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ മനുഷ്യവർഗത്തെ ഒരു ടെസ്റ്റിലൂടെ കടത്തിവിട്ട് ഇവരെ തന്റെ കുടുംബത്തിലേക്ക്, നിത്യതയിൽ ഉണ്ടായിരുന്ന തന്റെ കുടുംബത്തിലേക്ക് ഇവരെ ചേർക്കുവാൻ പോവുകയാണ്. ആമേൻ, ഹല്ലേലൂയ. അതിനെല്ലാം നമുക്കൊരു ടെമ്പററി ഷെല്ല് തന്ന് ഏതാനും സമയം തന്ന് നമ്മളെ ടെസ്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം ടെസ്റ്റ് ചെയ്യുക. ചിലർക്ക് ടെസ്റ്റിന് ചെറിയ പീരീഡ്, ചിലർക്ക് ടെസ്റ്റിന് വലിയ പീരീഡ്, പലരെയും പല രീതിയിൽ ദൈവം ടെസ്റ്റ് ചെയ്യുക, തനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ആ ടെസ്റ്റ് ഉൽപ്പത്തിയിൽ ആരംഭിച്ചു, അത് അങ്ങറ്റം വെളിപ്പാട് അങ്ങനെ അവസാനം വരെ അത് കടന്നു പോകാനായിട്ട് ഇടയാണ്. സമയത്തിന്റെ പീരീഡ് മുഴുവൻ നടക്കും. ആമേൻ. എന്നാൽ ദൈവം ടെസ്റ്റ് കൊടുത്ത സമയത്ത് ആദം ഹവ്വായ്ക്ക് ടെസ്റ്റ് കൊടുത്തു. എങ്ങനെയാണ് ദൈവം ടെസ്റ്റ് കൊടുത്തത്? അവരുടെ ജീവിതത്തിൽ 2 വൃക്ഷങ്ങൾ ദൈവം ആ തോട്ടത്തിൽ നിർമ്മിച്ചുണ്ടാക്കി. ആമേൻ. 2 വൃക്ഷങ്ങൾ, അനേക വൃക്ഷങ്ങളുള്ളതിൽ പേരുള്ള 2 വൃക്ഷങ്ങൾ നിർമ്മിച്ചുണ്ടാക്കി. തുടർന്ന് ആദത്തോട് പറഞ്ഞു, നീ നന്മ തിന്മയുടെ വൃക്ഷത്തിൽ നിന്ന് നീ പറിച്ച് തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ആമേൻ, ഹല്ലേലൂയ. അതോടൊപ്പം തന്നെ ദൈവം ആ തോട്ടത്തിന്റെ നടുവ് ജീവന്റെ വൃക്ഷവും വച്ചിരുന്നു. ജീവന്റെ വൃക്ഷം പറിച്ചു നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? ജീവന്റെ വൃക്ഷം പറിച്ചു നിന്നാൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം, യഹോവയായ ദൈവം മനുഷ്യൻ നന്മ തിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ
ആയിത്തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈനീട്ടി ജീവവൃക്ഷത്തിന്റെ ഫലം കൂടെ നിന്ന് പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ സന്നദ്ധി വരരുതെന്ന് കൽപ്പിച്ചു. ജീവവൃക്ഷത്തിന്റെ ഫലം കൂടി പറിച്ചു നിന്ന് എന്നേക്കും ജീവിപ്പാൻ ഇടവരരുത്. അപ്പോ ജീവവൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ സംഭവിക്കും, എന്നേക്കും ജീവിക്കും. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ സംഭവിക്കും, മരിക്കും. അപ്പൊ ഒരു വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ മരിക്കും, വേറൊരു വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ എന്നേക്കും ജീവിക്കും. അപ്പൊ ആർത്തിന്റെ മുമ്പിൽ ദൈവം എന്തൊക്കെ വെച്ചു? ജീവനും വെച്ചു, മരണവും വെച്ചു. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ടൊരു വാണിംഗും കൊടുത്തു, നീ ആ മരണം തെരഞ്ഞെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് നീ അത് വറിക്കരുത്. മനസ്സിലായോ? ഹല്ലേലൂയ. പക്ഷേ ആദം എന്ത് തെരഞ്ഞെടുത്തു? ദൈവത്തിന്റെ കുഴപ്പമാണോ? ദൈവം ഇവരെ ടെസ്റ്റ് ചെയ്യുക. ആദം മരണം തെരഞ്ഞെടുത്തു. അതോടുകൂടെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ആദം മരണം തെരഞ്ഞെടുത്തതോടുകൂടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഈ മരണം തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ അവന്റെ തേജസ് നഷ്ടപ്പെട്ടു. ഈ ലെവലിൽ നിന്ന് മനുഷ്യൻ താഴേക്ക് പോയി, അവന്റെ തേജസ് നഷ്ടപ്പെട്ടു. അവൻ നരകത്തിന് യോഗ്യനായി തീർന്നു. അവൻ എന്തിൽ നിന്നാ താഴേക്ക് പോയത്? ടെസ്റ്റിൽ നിന്ന് താഴേക്ക് പോയി. ദൈവം അവന്റെ മുമ്പിൽ വെച്ച പരീക്ഷയിൽ നിന്ന് അവൻ താഴേക്ക് പോയി. അവൻ പരീക്ഷയിൽ വീണുപോയി. തുടർന്ന് കർത്താവ് യേശുവിന്റെ പർപ്പസ് ആരംഭിക്കുക. അപ്പോഴേ യേശുവിന്റെ പർപ്പസ് ആരംഭിക്കുന്നുള്ളൂ. ഹല്ലേലൂയ. എന്താണ് യേശുവിന്റെ പർപ്പസ് എന്നറിയാമോ? ഈ വീണുപോയ മനുഷ്യനെ വീണ്ടും അവിടെ നിന്ന് മടക്കി വീണ്ടും ടെസ്റ്റിലേക്ക് മടക്കിക്കൊണ്ടുവരിക. വീണുപോയ മനുഷ്യനെ ദൈവത്തിന്റെ ആ വലിയ സ്നേഹത്താൽ അവനെ വീണ്ടും ടെസ്റ്റിലേക്ക് മടക്കിക്കൊണ്ടുവരിക. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്താൽ ഈ മനുഷ്യൻ, താഴെ കിടക്കുന്ന മനുഷ്യനെ കർത്താവ് ഡീറ്റെയിൽ നമ്മൾ അടുത്ത ആഴ്ച പഠിക്കുവാനായിട്ട് ഇടയാകും. ശ്രദ്ധിക്കുക, തിരിച്ച് ഇവനെ മുകളിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇവൻ എന്താവശ്യമാണെന്ന് അറിയാമോ? ഈ വീണുപോയ മനുഷ്യൻ എന്താവശ്യമാണ്? പിശാചിന്റെ പിടിയിൽ വീണുപോയ മനുഷ്യൻ എന്താവശ്യമാണ്? രക്ഷ ആവശ്യമാണ്. അവന് രക്ഷ ആവശ്യമാണ്. എന്തിൽ നിന്ന് രക്ഷ? പിശാചിന്റെ പിടിയിൽ നിന്ന്. പിശാച് അവനെ പിടിക്കാൻ കാരണം അവന്റെ പാപം. അപ്പോൾ പാപത്തിന് ഒരുവൻ പരിഹാരം ചെയ്താൽ ഈ മനുഷ്യന് പിശാചിൽ നിന്ന് രക്ഷിക്കാം. ഇതിന്റെ പേരാ രക്ഷ. അല്ലാണ്ട് സ്വർഗരാജ്യം അവകാശമാക്കിയതല്ല ഇതിന്റെ പേര്. രക്ഷ ദാനമാണ്. പക്ഷെ സ്വർഗരാജ്യം ദാനമല്ല, ഞാൻ നിങ്ങൾ അവകാശമാക്കണം. ഈ പുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നിങ്ങൾ പോയാൽ ദൈവരാജ്യം ദാനമാണെന്ന് എഴുതിയിട്ടില്ല, പകരം ദൈവരാജ്യം നീ അവകാശമാക്കണമെന്ന് എഴുതിയിരിക്കണേ. പക്ഷെ രക്ഷ അങ്ങനെയല്ല. രക്ഷ ദാനമാ. രക്ഷ നമ്മുടെ പ്രവൃത്തിയല്ല, യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ യാഗമാ. പക്ഷെ ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ കുഞ്ഞെ നീ വീണ്ടും ദൈവം നിന്നെ രക്ഷയുടെ അനുഭവത്തിൽ കൊണ്ടുവന്നിട്ട് വീണ്ടും നിന്റെ മുമ്പിൽ ടെസ്റ്റ് വെച്ചിരിക്കുന്നു. നേരത്തെ ജീവന്റെ വൃക്ഷവും നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷവുമാണെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ നിന്ന് മാറുന്നില്ല. ദൈവം ഇന്നലെയും ഇന്നും നാളെയും അനന്യം തന്നെ, മാറാത്തവനത്രേ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഉൽപ്പത്തി പുസ്തകത്തിൽ ജീവന്റെ വൃക്ഷമോ അതോടൊപ്പം തന്നെ മരണത്തിന്റെ നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷവും വെച്ചെങ്കിൽ രക്ഷിക്കപ്പെട്ടതിന് ശേഷം രക്ഷിക്കപ്പെട്ടവരുടെ മുമ്പിൽ ജീവന്റെ വൃക്ഷത്തിന് പകരം ആത്മാവും, നന്മ തിന്മകളെ കുറിച്ച് അറിവിന്റെ വൃക്ഷത്തിന് പകരം ജഡവും ദൈവം വെച്ചിരിക്കുക.